കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ തത്സമയം ചേരുന്നുണ്ട്. ഫാദർ ഫിലിപ്പ് കവീൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, പലതരം ചർച്ചകൾ നടക്കുന്നതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ ചർച്ചകളെയൊക്കെ എങ്ങനെയാണ് ഫാദർ ഫിലിപ്പ് കവീൽ കാണുന്നത്? ഈ ചർച്ചകളെയൊക്കെ ഞങ്ങൾ വളരെ താല്പര്യത്തോടെയാണ് കാണുന്നത്. കാരണം ഇവിടെ പുതിയൊരു ഗവൺമെന്റ് വരാൻ പോവുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ നാളുകളിൽ ആവശ്യപ്പെട്ട, ജനപക്ഷത്തിൽ നിന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിബദ്ധതയോടെ നടപ്പിൽ വരുത്തുന്ന ഒരു ഗവൺമെന്റ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ ഗവൺമെന്റിലുള്ളവര് പ്രഥമവും പ്രധാനമായിട്ടും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യവും. ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ വന്നൊരു വിവാദത്തിന് സത്യത്തിൽ കാര്യമില്ല. കാരണം ജനങ്ങൾ അവരുടെ ആഗ്രഹം MLA-മാരെ എടുത്തപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇനി MLA-മാരുടെ കൂട്ടായ തീരുമാനം ഈ ഭരിക്കുന്ന മുന്നണിയുടെ പാർട്ടികൾ ചേർന്നാണ് എടുക്കേണ്ടത്. അതിൽ തന്നെ UDF-നെ നയിക്കുന്ന കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ഈ കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനം എടുക്കേണ്ടത്. ഒരു പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ആണല്ലോ ആ തീരുമാനം ആത്യന്തികമായിട്ട് കൈക്കൊള്ളേണ്ടത്. ഏതൊരു പാർട്ടിയുടെയും, ഇനി സഭയുടെ തന്നെയാണെങ്കിലും, അതിന്റെ നേതൃത്വം എടുക്കുന്ന തീരുമാനത്തെ അണികൾ അംഗീകരിച്ചാലേ അവിടെ കെട്ടുറപ്പുണ്ടാവുകയുള്ളൂ, പുരോഗതി ഉണ്ടാവുകയുള്ളൂ, നാടിന് നന്മയുണ്ടാവുകയുള്ളൂ. ഓരോരുത്തരും സ്വന്തം അഭിപ്രായം പറയാൻ അവകാശമുണ്ടെങ്കിലും അവസാനം ഒരു സമന്വയത്തിലേക്ക് എത്തി നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതെല്ലാവരും അംഗീകരിക്കണമെന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ വിജയത്തിന് ആവശ്യമായ കാര്യം. അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ ചേരുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. അത് അവർ തീർച്ചയായും അവരുടെ പാർട്ടി അണികളോടും അവരുടെ MLA-മാരോടും കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ആർക്ക് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ഇവിടെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് അവർ പരിഗണിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് സത്യത്തില് സാമുദായിക സംഘടനകൾ അധികം അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അതിനകത്ത് പ്രധാനം. പാർട്ടി ഹൈക്കമാൻഡ് ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്നത് ഞങ്ങളും അംഗീകരിക്കും. അത് ഈ നാടിന് നന്മയാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആർക്കൊക്കെ സാധാരണ ജനങ്ങളുമായിട്ട് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിക്കും, എല്ലാ വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യാതെ എല്ലാവരോടും നീതിയോടെ പ്രവർത്തിക്കാൻ, രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും മതങ്ങളാണെങ്കിലും സമുദായങ്ങളാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രവർത്തന പരിചയമുള്ള ആളെ തന്നെ തെരഞ്ഞെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ ആണ്, പ്രവർത്തന പരിചയം എന്നുള്ളത്.